നമസ്കാരം. ആരാണ് ഈ പോരാളി ഷാജി? ഈ പേര് കേൾക്കാത്തവരാരും ഇന്നുണ്ടാകില്ല. അറിയില്ല എന്ന കൈമലർത്തൽ ഉയർത്തുന്നത് പോലീസ് ഇൻ്റലിജൻസിൻ്റെ വീഴ്ചയാണ് ചൂണ്ടിക്കാട്ടുന്നത് എന്ന് പറയേണ്ടി വരും. നമുക്കറിയാമല്ലോ ഈ കാഫിർ പ്രയോഗം കൊളുത്തിവിട്ട തീ അത് അണയ്ക്കാൻ നന്നേ പാടുപെടുന്നുണ്ട് ഇന്ന് CPM. കാഫിറിൻ്റെ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിന് പിന്നിൽ ആരെന്ന് കണ്ടെത്തണമെങ്കിൽ ഫേസ്ബുക്കുകാർ കനിയേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നമ്മുടെ പോലീസും. വടകര ലോക്സഭാ മണ്ഡലം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, അന്ന് പ്രചരിപ്പിച്ച കാഫിറിൻ്റെ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിന് പിന്നിൽ ആരെന്ന് കണ്ടെത്തുവാനുള്ള നീക്കമെല്ലാം പാളിപ്പോകുന്നുണ്ടോ എന്ന് തോന്നുന്നു. സംശയിക്കേണ്ടിയിരിക്കുന്നു. CPMനെ വെട്ടിലാക്കുന്ന തരത്തിലേക്ക് അന്വേഷണം നീളുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സ്ക്രീൻഷോട്ട് ആദ്യമായി ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ച അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിനെക്കുറിച്ചും ഇപ്പോഴും ഈ പോസ്റ്റ് നിലനിൽക്കുന്ന പോരാളി ഷാജി എന്ന ഗ്രൂപ്പിനെക്കുറിച്ചും പോലീസിന് ഒരു തരത്തിലുമുള്ള വിവരമില്ല എന്നുള്ളതാണ്. ഇതിനിടെ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ വീഴ്ചയാണ് ഇതിന് പിന്നിൽ എന്നുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോഴും പലപ്പോഴും പല വിവാദങ്ങളിൽ കുടുങ്ങിയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പേജുകളാണ് ഈ പോരാളി ഷാജിയും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ അമ്പാടിമുക്ക് സഖാക്കളുമൊക്കെ. അങ്ങനെ പല ചെങ്കതിർ എന്നൊക്കെ പറഞ്ഞ് ഒട്ടനവധി ഫേസ്ബുക്കുകളുണ്ട്. എന്നിട്ടും പോലീസ് രഹസ്യാന്വേഷണ ഏജൻസികൾ ഇതേക്കുറിച്ച് ഇതുവരെ അന്വേഷിച്ചില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത എന്ന് പറയപ്പെടുന്നത്. അതിനിടെ ആരാണ് ഈ പേജുകൾക്ക് പിന്നിൽ എന്ന് പോലീസിന് വ്യക്തമായിട്ടുള്ള സൂചനകൾ ഉണ്ട് എന്നുള്ള ഒരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. ഈ അന്വേഷണത്തിന് ഒച്ചിൻ്റെ വേഗമാണ് എന്നുള്ള ആരോപണമാണ് അതിൽ ഏറ്റവും ശക്തമായിട്ട് പുറനിൽക്കുന്നത്. അതിനിടെയാണ് കാഫിർ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ എത്തിയത് എന്നുള്ളതാണ്. ഫലത്തിൽ വടകരയിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് CPM ചർച്ചയാക്കിയ ആരോപണം എല്ലാം പോലീസ് തള്ളുകയാണ് ഈ ഘട്ടത്തിൽ എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ കാഫിർ എന്ന സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ആരാണെന്ന് കണ്ടെത്താൻ ആയില്ല എന്ന് വടകര പോലീസ് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. കേസിലെ കുറ്റാരോപിതനും ഹൈക്കോടതിയിലെ ഹർജിക്കാരനുമായിട്ടുള്ള PK മുഹമ്മദ് ഖാസിമിനെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുകളൊന്നും കണ്ടെത്താനായിട്ടില്ല എങ്കിലും സംഭവത്തിൽ ഖാസിമിൻ്റെ പങ്ക് തള്ളിക്കളയാനാവില്ല എന്ന് വടകരയുടെ റൂറൽ SP കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്ക്രീൻഷോട്ട് കേസിൽ ശരിയായ രീതിയിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഖാസിം നൽകിയ ഹർജിയിലാണ് പോലീസ് റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഹമ്മദ് ഖാസിമിനെതിരെ CPM വലിയ പ്രചാരണം നടത്തിയിരുന്നു എന്നുള്ളതാണ്. മുസ്ലിം ലീഗാണ് പ്രചാരണത്തിന് പിന്നിലെന്ന് വരുത്താനായിരുന്നു അന്നത്തെ CPMൻ്റെ ശ്രമം എന്ന് പറഞ്ഞാൽ. മാത്രമല്ല, ഈ യൂത്ത് ലീഗ് നെടുമ്പ്രമണ്ണ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് അതിൽ നിന്ന് ഖാസിമിൻ്റെ പേരിലുള്ള സ്ക്രീൻഷോട്ടാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കോഴിക്കോട് റൂറൽ സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ ഈ ഖാസിമിൻ്റെ ഫോൺ പരിശോധിച്ചപ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ പരിശോധനയിൽ നിന്നും ലഭിച്ച ഇത്തരമൊരു പോസ്റ്റ് ആ ഫോണിൽ നിർമ്മിക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രചരിപ്പിക്കുകയോ ചെയ്തതായിട്ട് കണ്ടെത്താനായിട്ടില്ല, അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടില്ല എന്ന് പറയാം. ഇതും പോലീസിൻ്റെ റിപ്പോർട്ടിനുള്ളിൽ പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരമൊരു വാട്സപ്പ് ഗ്രൂപ്പ് നിലവിലുണ്ടോ എന്ന കാര്യവും ഖാസിമിൻ്റെ പേരിലുള്ള മൊബൈൽ ഫോൺ അല്ലെങ്കിൽ മൊബൈൽ നമ്പറുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ട് എന്ന് കണ്ടെത്താനുമുള്ള നടപടികളുമാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. സ്ക്രീൻഷോട്ട് ആദ്യമായി ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ച അമ്പാടിമുക്ക് സഖാക്കൾ എപ്പോഴും ഇങ്ങനെ വരാറുണ്ട് വിമർശനവുമായിട്ട്. എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിനെ കുറിച്ചും ഇപ്പോഴും ഈ പോസ്റ്റ് നിലനിൽക്കുന്ന പോരാളി ഷാജി എന്ന് പറയപ്പെടുന്ന ഗ്രൂപ്പിനെ സംബന്ധിച്ചും അതിനുള്ള വിവരങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഫേസ്ബുക്ക് അധികൃതരോട് ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ പോലീസ് ചെയ്തിരിക്കുന്നത്. കാരണം അല്ലാതെ ഒരു തരത്തിലും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറ്റ്യാടിയുടെ മുൻ MLA ആയിട്ടുള്ള KK ലതിക അടക്കം 12 പേരെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ വ്യാജ പോസ്റ്റ് നീക്കം ചെയ്യാനായിട്ട് അറിയിച്ചിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാത്ത അതിൻ്റെ പേരിൽ ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ നോഡൽ ഓഫീസറെ സമീപിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നോഡൽ ഓഫീസറെ കേസിൽ പ്രതി ചേർത്തതായിട്ടാണ് ഫേസ്ബുക്ക് അധികാരികളിൽ നിന്നും വരുന്ന റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമായിരിക്കും യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യുവാനുള്ള സാധ്യത തന്നെ ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെയാണ് പോലീസിൻ്റെ വിശദീകരണം. കാരണം അവരുമായിട്ട് കിട്ടിയാൽ മാത്രമേ എന്തെങ്കിലും പുതിയ റിപ്പോർട്ടുമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. ഏതായാലും പ്രതികളെ പിടിക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോഴും തീരുമാനം ഇങ്ങനെ അനന്തമായി നീളുകയാണ്.
റൂറൽ പോലീസ് മേധാവി ആവശ്യപ്പെട്ടിട്ടും പോസ്റ്റുകൾ നീക്കം ചെയ്യാത്തതിനാണ് കേസിൽ ഈ ഫേസ്ബുക്കിൻ്റെ നോഡൽ ഓഫീസറെ പ്രതി ചേർത്തുകൊണ്ടുള്ള ഒരു കേസെടുത്തിരിക്കുന്നത്. പോസ്റ്റ് ആദ്യം വന്ന അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിനെതിരെയും ഇതേ പോസ്റ്റ് ഇപ്പോഴും നീക്കം ചെയ്യാത്ത പോരാളി ഷാജി എന്നുള്ള പേജിനെതിരെയും ഒക്കെ അന്വേഷണം തുടങ്ങിയെന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും കാര്യങ്ങളൊന്നും വ്യക്തമായി ഒരിടത്തും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. തൻ്റെ പേരിൽ വ്യാജ വാട്സപ്പ് സന്ദേശം സൃഷ്ടിച്ചവരെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഖാസിം അപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. വിവാദവുമായി ബന്ധപ്പെട്ടിട്ട് കേരള പോലീസ് എടുത്ത കേസെടുത്തതിനെ തുടർന്ന് അതോടുകൂടിയാണ് ഖാസിം ഹൈക്കോടതിയെ സമീപിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. തുടർന്ന് പോലീസ് സ്വീകരിച്ച നടപടികൾ 2 ആഴ്ചയ്ക്കകം അറിയിക്കുവാൻ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിൻ്റെ ബെഞ്ച് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിനകത്ത് ഇതുവരെയും കേസിലൊരു തീരുമാനമാകുന്നില്ല. കേസിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഫേസ്ബുക്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടിയാൽ മാത്രമേ കേസിലെ യഥാർത്ഥ പ്രതികൾ ആരാണ് എന്നും ആ യഥാർത്ഥ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിലേക്കുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാകുമെന്നും പോലീസ് പറയുന്നു. പ്രതിയെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് എന്നുള്ള പോലീസിൻ്റെ ഭാഷ്യം അതാണ് ഹൈക്കോടതിയെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ പോരാളി ഷാജി ആരാണ്, അമ്പാടിമുക്ക് സഖാക്കൾ ആരാണ് എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരമില്ലേ? ഉത്തരമുണ്ടാകേണ്ടതല്ലേ? കാരണം ഈ പോരാളി ഷാജിയെ എപ്പോഴും പിണറായി വിജയനെയും ഈ സഖാക്കളെയും മറ്റുള്ള എല്ലാ CPMൻ്റെ സഖാക്കളെയും പുകഴ്ത്തി വാനോളം പുകഴ്ത്തുന്ന ഒരു നേതാവായിട്ട് എപ്പോഴും ചിത്രീകരിക്കപ്പെട്ട വ്യക്തിത്വമാണ് ഈ പോരാളി ഷാജി. പോരാളി ഷാജി പറയുന്ന വാക്കുകൾ അമൃതായി കുടിച്ച അണികളുള്ള ഒരു പാർട്ടിയാണ് CPM എന്ന് പറയപ്പെടുന്നത്. നേതാക്കളും അങ്ങനെ തന്നെയായിരുന്നു. നേതാക്കളും ഈ പോരാളി ഷാജിയെ വല്ലാതെ സുഖിപ്പിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് പറയാം. ഇപ്പോൾ പോരാളി ഷാജി പിണറായി വിജയനെതിരെ തിരിയുന്നതോടുകൂടി, അല്ലെങ്കിൽ പാർട്ടിയുടെ സംവിധാനങ്ങൾക്കെതിരെ തിരിയുന്നു, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ തിരിയുന്നതോടുകൂടി പോരാളി ഷാജിയെക്കുറിച്ചുള്ള വാക്കുകൾ മാറുന്നു. പോരാളി ഷാജിയുടെ ചില ലേഖനങ്ങൾ, ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് വലിയ തോൽവിയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന് പല സഖാക്കന്മാരും പറയാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ പോരാളി ഷാജിയെ അടക്കം തള്ളിക്കളയുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അപ്പോഴും എവിടെയോ ഒളിവിലും മറവിലും ഇരുന്നു കൊണ്ട് പോരാളി ഷാജി ചിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോ പോരാളി ഷാജിമാർ ഒരുപാട് പേരുണ്ടോ? ഈ അമ്പാടി സഖാക്കളെപ്പോലെ തന്നെ പോരാളി ഷാജിമാർ വലിയ സഖാക്കൾ തന്നെയായിരിക്കാം. ആ സഖാക്കൾ ഇന്നുവരെ മൂട് താങ്ങിയ പിണറായി വിജയനെ ഇത്രയും നാൾ ചുമന്നുകൊണ്ട് നടന്നിട്ട് ഇപ്പോൾ താഴെയിടേണ്ടി വന്ന ഗതികേട് എന്തുകൊണ്ടുണ്ടായി? മറ്റൊന്നുമല്ലല്ലോ, തെരഞ്ഞെടുപ്പിലേറ്റ ഇത്രയും വലിയ പരാജയം വീണ്ടും പുകഴ്ത്തി വാനോളം കൊണ്ടുപോകുവാൻ ഒരു പോരാളി ഷാജിക്കും കഴിയില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഇന്നും തോൽവി എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ തോറ്റിട്ടില്ല എന്ന് പറഞ്ഞു നടക്കുന്ന പിണറായി വിജയന് തോൽവിയെക്കുറിച്ച് പറയുവാനേ കഴിയില്ല. പക്ഷേ മറ്റുള്ള അണികൾക്കെങ്കിലും ബോധ്യപ്പെട്ടിരിക്കുന്നു, നമ്മൾ തോറ്റിരിക്കുന്നു, CPM എന്ന് പറയപ്പെടുന്ന സഖാക്കളുടെ പാർട്ടി തോറ്റിരിക്കുന്നു എന്ന് പോരാളി ഷാജിമാരടക്കം തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ പിണറായി തിരിച്ചറിയുന്നില്ല. ഇന്ന് പോരാളി ഷാജിമാരെ തള്ളിക്കളയുന്ന ഇവർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവരെ തലയിലേറ്റിയവരാണ്. അമ്പാടിമുക്ക് സഖാക്കൾ ജയരാജനെ അടക്കം വ്യക്തിപൂജ നടത്തി മുന്നോട്ട് കൊണ്ടുപോയവർ ഇന്ന് പിണറായിയെയും ജയരാജനെയും ഒക്കെ തള്ളിക്കളയുകയാണ്. എന്തുകൊണ്ടാണ് ഇവരെ അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയത് എന്ന് ഈ സഖാക്കന്മാർ ചിന്തിച്ചാൽ മതി. പോരാളി ഷാജിമാരെ കിട്ടുവാൻ ഇങ്ങനെ ഫേസ്ബുക്കിൻ്റെ തിണ്ണ കയറി ഇറങ്ങേണ്ട സഖാക്കളെ നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ എല്ലാ പോരാളി ഷാജിമാരും നിങ്ങളുടെ വലയിലാണ്.